ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിളാണ്, ഷോർട്ടാണ്, ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ഡിസൈസീവ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. കാരണം ഇത് പറയാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ട്. നമ്മൾ പൊതുവെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന പല ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുള്ള, എന്നോട് പങ്കുവച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അവരൊക്കെ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയും. നമ്മൾ പൊതുവെ പഠിക്കുന്ന സംഗതികള് ഐ, ഹി, യു, ഷീ, ദേ, വി. പിന്നെ വേണമെങ്കിൽ ജോൺ ഉണ്ടാവും, ഒരു മേരി ഉണ്ടാവും, ജോൺ ആൻഡ് മേരി. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്പിക്കൽ പേരുകളും പ്രൊനൗൺസും മാത്രം വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് അവർ പഠിക്കുക. ഇങ്ങനെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് റിയൽ ലൈഫിൽ സംസാരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അവരെപ്പോഴും പഠിച്ചിട്ടുള്ള ഈ ജോണും മേരിയും ഹീയും മാത്രമല്ല റിയൽ ലൈഫിൽ അവർക്ക് വേണ്ടത് അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചി, അല്ലെങ്കിൽ ഇപ്പുറത്തെ രമേശ്, അല്ലെങ്കിൽ എന്റെ ബ്രദറിന്റെ ഫ്രണ്ട്. ഇങ്ങനെ റിയൽ ലൈഫിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ശ്യാം, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കണം. ഇതിനൊക്കെ പകരം നമ്മൾ എപ്പോഴും പഠിക്കുക ഹീയും ഷീയും ഐയും വിയും ദയും യുവും കൂവും പിയും ഒക്കെ തന്നെയാണ്. ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ നമ്മൾ എപ്പോഴും പാരമ്പര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സെന്റൻസ് ആണ്, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്ന പോലെ ഈ പഠിച്ചു പോയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്നും നമുക്ക് റിയൽ ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ച് സെന്ററുകളിലൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും. ഇന്ന് മാഷ് പഠിപ്പിച്ച സംഗതികളൊക്കെ ഗംഭീരമായി തോന്നി, നമുക്ക് അതുമാതിരിയൊക്കെ പരിശീലിക്കാനും പറയാനൊക്കെ പറ്റിയെന്ന് തോന്നും. പക്ഷെ റിയൽ ലൈഫില് അവർ സംസാരിക്കുന്നില്ല. മിക്കവാറും ആളുകൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും പഠിച്ചു എന്ന് പറയുന്ന പല ആളുകളും റിയൽ ലൈഫിൽ when it comes to real life they don't speak English, they don't open up. അവർ ഇംഗ്ലീഷിൽ വായ തുറക്കുന്നില്ല. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായത് ഇതാണ്. കാരണം അവർ പഠിച്ചു പോകുന്നത് റിയൽ ലൈഫിൽ പറയേണ്ടതായിട്ടുള്ള സബ്ജക്ട്സ്, വിഷയങ്ങളല്ല അവർ പഠിച്ചിട്ടുള്ളത്, പരിശീലിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ നിർണായകമായിട്ടുള്ള ഈ ചെറിയ ക്ലാസ്. നമ്മൾ ഐയും ഹിയും യുവും മാത്രം പഠിക്കാതെ കുറച്ചൊന്ന് മാറ്റുക. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി പ്ലഗ് ഇൻ ടു റിയൽ ലൈഫിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. അത് കണ്ണോടിച്ച് നോക്കി കഴിഞ്ഞാൽ ആരെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ ലോകം എന്താണ്? നമ്മുടെ ലോകം നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് പോലെ, നമ്മുടെ തൊട്ടടുത്ത ലോകം. അപ്പൊ ഇവിടൊക്കെ നമുക്ക് വെറും ഐയും ഹിയും മാത്രമല്ല, മൈ മമ്മി, മൈ ഡാഡ്, മൈ ബ്രദർ, മൈ യങ്ങർ ബ്രദർ, മൈ യങ്ങർ സൺ, ഇങ്ങനെ പല തരത്തിലുള്ള വാക്കുകൾ വേണം നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്തരം പ്രയോഗങ്ങളൊന്നും നമ്മുടെ പഠനത്തിൽ വരുന്നില്ല. എല്ലായിടത്തും കാര്യമല്ല പറയുന്നത്, പൊതുവിലുള്ള ചില നാട്ടുനടപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് പൊതുവിലുള്ള നാട്ടുനടപ്പിക്കൂടെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുകളയാൻ പറ്റില്ല. വി നീഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ജസ്റ്റ് ലൈക്ക് വി സ്പീക്ക് മലയാളം ഇൻ അവർ റിയൽ ലൈഫ്. സോ ഹൗ ഡു വി ഡു ദാറ്റ്? Copycat the subjects that we use in our mother tongue. മാതൃഭാഷയിൽ ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ആരെ കുറിച്ച്? നമുക്ക് ആകെ 2 വിഷയമല്ലേ ഉള്ളൂ, സംബടി സംതിങ്. ഏതെല്ലാം സംബടികളെ കുറിച്ച് സംസാരിക്കുന്നു, ഏതെല്ലാം സംതിങ്ങിനെ കുറിച്ചും സംസാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സംബടിയും സംതിങ്ങിനെയും കുറച്ചൊന്ന് കൈക്കിൽ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ ബി, ഡു, ഹാവ് എന്നീ സ്ട്രക്ചറുകളിലൂടെ ചുമ്മാ അങ്ങ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിയൽ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലായി. പക്ഷെ നമ്മൾ അങ്ങനെ ഇത്രയും കാലം ചെയ്തിരുന്നില്ല. അതാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനായിട്ട് പ്രായോഗികമായിട്ടുള്ള ഒരു തടസ്സം. അങ്ങോട്ട് വരണില്ല. എങ്ങനെ വരണേ? ആ വരണ്ട രീതി കൂടെ നമ്മൾ പരിശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ആ എക്സാമ്പിൾസ് നോക്കി. സംബടിയെ കുറിച്ച് നമ്മളിപ്പോ അതിൽ ആ കളർ കോഡ് കണ്ടാൽ അറിയാൻ പറ്റും. സിംഗിളറും പ്ലൂറലും നിങ്ങൾക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നോക്കി, സംബടിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറയും ഐ, യു, ദേ, വി, പിന്നെ ഹീയും ഷീയും, പ്ലൂറലും സിംഗിളറും പിടികിട്ടി. ഇത് തന്നെ ഇങ്ങനെ പറയുന്നതിന് പകരമായിട്ട് നോക്കി, മമ്മൂട്ടി, മോഹൻലാൽ, സച്ചിൻ, ഇന്ത്യൻ ക്യാപ്റ്റൻ, മൈ ഫ്രണ്ട് രമേശ്, അവർ നൈബർ ജോസഫ് ഏട്ടൻ, മൈ കോളേജ് പ്രൊഫസർ ഫാദർ കുരിശ്ശേരി. ഇങ്ങനെ ഇപ്പൊ നോക്കിയാൽ വെറും ഹി അല്ല, മൈ പ്രൊഫസർ ഫാദർ കുരിശ്ശേരി എന്ന് പറയുമ്പോൾ എന്താ, അതെനിക്ക് റിയൽ ലൈഫിൽ പറയേണ്ട എക്സാമ്പിൾ ആണ്. വെറുതെ ഹി ഈസ് വണ്ടർഫുൾ എന്ന് മാത്രം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്കത് ഈ ഫാദർ കുരിശ്ശേരിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ മൈ പ്രൊഫസർ ഫാദർ കുരിശ്ശേരി ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞ് തന്നെ പഠിക്കണം. അപ്പൊ നമ്മള് ഇത്തരം വികസിതമായിട്ടുള്ള ഇത്തരം സബ്ജക്റ്റുകളെ നമ്മൾ പരിചയപ്പെട്ട് പഠിച്ച് നമ്മുടെ കൈക്കുള്ളിലാക്കണം, നമ്മുടെ കൈപ്പിടിയിലാക്കണം. എന്നാലാണ് നമുക്ക് റിയൽ ലൈഫിൽ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവൻ എന്റെ ഫ്രണ്ടാണ് എന്ന് നമ്മൾ മലയാളത്തില് വളരെ സിമ്പിൾ ആയിട്ട് പറയും, ഇല്ലേ? ഇത് ഇംഗ്ലീഷിൽ അങ്ങനെ പറയും, ഹി ഈസ് മൈ ഫ്രണ്ട്. സിമ്പിൾ. വാ,
വളരെ സിമ്പിളാണ്. ഇത് സിമ്പിളാണ്. ഇനി അവിടെ നിങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ അവൻ എന്ന സിമ്പിൾ സബ്ജക്റ്റിനെ നമ്മൾ ഇംഗ്ലീഷ് ആക്കാൻ എളുപ്പമായിട്ട് ചെയ്തു. കറക്റ്റ് അല്ലേ? അവൻ എന്റെ ഫ്രണ്ടാണ്. ഹി ഈസ് മൈ ഫ്രണ്ട്. അവൻ എന്നുള്ളത് ഹി ആക്കിയപ്പോ വളരെ എളുപ്പമായി. ഇവിടെ നമ്മൾ വിചാരിക്കും, ഓ മലയാളം പോലെ തന്നെ എന്റെ ഇംഗ്ലീഷും ആയെന്ന്. ആയിട്ടില്ല. ജസ്റ്റ് വെയിറ്റ്. ഈ അവൻ എന്ന് പറഞ്ഞതിന് പകരം ആ നിൽക്കുന്ന ആള് എന്റെ ഫ്രണ്ടാണ്. നമ്മൾ മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയും, ആ നിൽക്കുന്ന ആൾ എന്റെ ഫ്രണ്ടാണ്. അത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ? പറ്റുന്നില്ല. കാരണം ആ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് സിമ്പിൾ സബ്ജക്റ്റ് അല്ല, അത് കോംപ്ലക്സ് സബ്ജക്റ്റ് ആണ്. ഇത്തരത്തില് ഡെവലപ്പ് ചെയ്തു വരുന്ന സബ്ജക്റ്റിനെ നമ്മൾ മലയാളത്തിൽ പുഷ്പം പോലെ കൈകാര്യം ചെയ്യും. അതുപോലെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് മലയാളം പോലെ പറയാൻ പറ്റാതിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരെ രണ്ടറ്റത്തേക്ക് എത്തിച്ചു. ഏറ്റവും സിമ്പിളിൽ നിന്ന് നേരെ കോംപ്ലക്സിലേക്ക് എത്തിച്ചു. കാരണം വളരെ ടഫായി തോന്നും. പക്ഷെ അവിടേക്ക് എത്തിക്കാതെ സിമ്പിൾ സബ്ജക്ട്സ് തന്നെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി ഒന്ന് പഠിക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത ലെവല് ആപ്പ് വരില്ലേ, ആ സമയത്ത് ഇതിനെ കോംപ്ലക്സ് ആക്കുന്ന ടെക്നിക്സ് പഠിക്കും. ഇപ്പൊ എല്ലാം കൂടി പിടിക്കാൻ പാടില്ല, മെല്ലെ മെല്ലെ പോകാൻ പാടുള്ളൂ. നമ്മുടെ ഗോൾഡൻ റൂൾസ് മറക്കരുത്. ഈസി ഡസ് ഇറ്റ്, ലെറ്റ്സ് ഗോ ദ ഈസി വേ. ഓക്കെ. അപ്പോൾ അവൻ എന്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നതിന് പകരം അവന് ഒരു പേരിട്ട് കൊടുക്കുക. രമേശൻ എന്റെ ഫ്രണ്ടാണ് എന്നാക്കുക. സിമ്പിൾ ആണ്. ഇപ്പൊ തന്നെ അവൻ എന്നുള്ളത് ഹി എന്നല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ, ഹി ഈസ് മൈ ഫ്രണ്ട് എന്നുള്ളത് മാറ്റി രമേശൻ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്തോ ഒരു അപാകത തോന്നി തുടങ്ങി. കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞ് ശീലമില്ല. അതുകൊണ്ടാണ് രമേശൻ ഈസ് മൈ ഫ്രണ്ട്. ഓക്കെ. ഹി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന അതേ മ്യൂസിക്കില്, അതേ താളത്തില് രമേശൻ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയാൻ സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മാതൃഭാഷയുടെ അതേ ആ പവറും ആ ഓജസ്സും വീര്യവും ഇംഗ്ലീഷ് ഭാഷയിലും കിട്ടുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ ആ വീര്യം വരണമെങ്കിൽ ഈ സബ്ജക്ട്സുകളിലും അതേ വീര്യം തുളമ്പണ്ടേ, അതേ വീര്യം പ്രകടിപ്പിക്കണ്ടേ. അതിനാണ് ഈ ടെക്നിക്ക്. നമ്മള് അവൻ എന്ന് പറയുമ്പോഴുള്ള ഒരു താളല്ലേ, അവൻ എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞു ഹി. ആ താളം നിങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ ഹി അല്ല, ഹി, അവൻ, ഹി, രമേശ്. എല്ലാത്തിനും താളം ഒന്നായി. ഇതുപോലെ മാതൃഭാഷയിൽ എങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ആ ഹൃദയത്തുടിപ്പുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവോ അത് അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷിൽ അങ്ങ് പ്രകടിപ്പിക്കാൻ സാധിക്കണം. ഹി ഈസ് മൈ ഫ്രണ്ട്, രമേശ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയാൻ സാധിക്കുക. ഇപ്പൊ രമേശ് എന്നുള്ളൊരു പേര് വെച്ച് നമുക്ക് വളരെ എളുപ്പം പിടികിട്ടി. ഇനി അതിനെ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. ആ മനുഷ്യൻ എന്റെ ഫ്രണ്ടാണെന്ന് നോക്കുക. ആ മനുഷ്യൻ, ദാറ്റ് മാൻ. ഹി എന്ന ഒറ്റ വാക്ക്, രമേശ് എന്ന ഒറ്റ വാക്ക്, ദാറ്റ് മാൻ എന്ന രണ്ടു വാക്കായി മാറി. ദാറ്റ് മാൻ ഈസ് മൈ ഫ്രണ്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനെ മെല്ലെ മെല്ലെ അതിനങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആ സബ്ജക്ട്സ് എന്ന് പറയുന്ന സംഗതിനെ പതുക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയും ഡൂവും ഹാവും ഐഡിയാസും ഓൾറെഡി നല്ല വികസിതമായി കിടക്കുന്നതാണ്. നമുക്കത് എളുപ്പം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സബ്ജക്റ്റിനെയും കൂടി അങ്ങനെ ഒന്നും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഭാഷയുടെ ആ ബാലൻസിങ് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ അത് ലോപ്പ് സൈഡഡ് ലാംഗ്വേജ് എന്ന് പറയും. നമ്മളെപ്പോഴും ഒരു ഹീയും ഷീയും മാത്രം വെച്ചിട്ട് അപ്പുറത്ത് ഭയങ്കര നീട്ടമുള്ള 1.5 കിലോമീറ്റർ നീട്ടമുള്ള സെന്റൻസ് പറയാൻ നോക്കി കഴിഞ്ഞാൽ അത് ഏൽക്കില്ല, അതൊരു ഭംഗിയില്ല, ബാലൻസ് ഇല്ല. അപ്പൊ ഈ ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ പതുക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പഠിക്കണം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. നോക്കിയേ, മൈ ഡാഡ്, മൈ മം, മൈ ബ്രദർ, മൈ സിസ്റ്റർ, മൈ കസിൻ, മൈ ഫ്രണ്ട്, മൈ ക്ലാസ്മേറ്റ്, മൈ നൈബർ ഒക്കെ മൈ വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഡബിളായി. ഇത് തന്നെ പ്ലൂറലാക്കാം. ഡാഡിനും മമ്മിനും പ്ലൂറലാക്കരുത്, ബാക്കിയുള്ളതിനൊക്കെ പ്ലൂറലാക്കുക. ഓക്കെ, മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, മൈ കസിൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, മൈ ക്ലാസ്മേറ്റ്സ്, പ്ലൂറലായി അല്ലേ? ഇതേപോലെ തന്നെ നോക്കിയേ, അവർ പീപ്പിൾ, മലയാളീസ് ഓർ വിമൻ ഇൻ അവർ ഏരിയ, ഞങ്ങളുടെ ഏരിയയിലുള്ള പെണ്ണുങ്ങൾ. കണ്ട എത്ര രസകരമായിട്ടുള്ള എക്സാമ്പിളായി സബ്ജക്ട് അല്ലേ? നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വെറുതെ അല്ലാതെ ദേ എന്ന് മാത്രം വെച്ച് പറഞ്ഞ് ശരിയാവോ? അവർ മിടുക്കികളാണ്. ചില സമയത്ത് പറയണം, മിക്കവാറും സമയത്ത് പറയണം. ശരി തന്നെ, സമ്മതിച്ചു, അവർ മിടുക്കികളാണ്. പക്ഷെ എപ്പോഴും ഈ അവർ എന്ന് തന്നെ പറഞ്ഞാൽ പോരല്ലോ. ഞങ്ങളുടെ കൂടെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലുള്ള പെണ്ണുങ്ങൾ, അങ്ങനെ ഒന്ന് പറയണ്ടേ? അപ്പോഴ് അതേപോലെ തന്നെ അത് ഇംഗ്ലീഷിലാക്കി പഠിച്ചാലല്ലേ നമ്മുടെ റിയൽ ലൈഫ് മലയാളത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുവോ അതൊക്കെ അതുപോലെ തന്നെ അതേ ശക്തിയിൽ ഇംഗ്ലീഷിലും ആവുള്ളൂ. അപ്പോൾ നമുക്ക് വിമൻ ഇൻ അവർ ഏരിയ എന്ന് ആക്കി വികസിപ്പിച്ചേ പറ്റൂ. ചുമ്മാ ദേ മാത്രം പറഞ്ഞ് പരിശീലിച്ചത് കൊണ്ട് ആ കച്ചവടം നടക്കില്ല. അപ്പൊ അതിന് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് പഠിക്കുക. അപ്പൊ നോക്കിയേ, വിമൻ ഇൻ അവർ ഏരിയ, ഇങ്ങനെ സബ്ജക്ട് കിട്ടി. ഇപ്പൊ നോക്കിയേ, ദ ഏജ്ഡ് ഓർ ദ എൽഡർലി, വയസ്സായവരും പ്രായമായവരും നമ്മൾ അങ്ങനെ പറയാം, ദ ഏജ്ഡ് ഓർ ദ എൽഡർലി.
ഓക്കെ, ദ സിക്ക്, ദ പുവർ, ദ റിച്ച് എന്നൊക്കെ പറയാം. അങ്ങനെ അത്തരത്തിലുള്ള ആളുകൾ എന്നർത്ഥിക്കട്ടോ, പ്ലൂരലാണിത്. ഗേൾസ് വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ, വെറുതെ ദേ അല്ല, ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള പെൺകുട്ടികൾ സ്മാർട്ടാണ്. നമ്മൾ ദേ ആർ സ്മാർട്ട് എന്ന് എപ്പോഴും പറയാം. ഓക്കെ, അത് വളരെ എളുപ്പം കിട്ടി. ദേ ആർ സ്മാർട്ട്. ആരാണ് ഈ ദേ? അതൊന്ന് വ്യക്തമാക്കുക, അതിനൊന്ന് വികസിപ്പിക്കുക. ഏതാണ് ദേ എന്ന് ഉദ്ദേശിച്ചത്? ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള പെൺകുട്ടികൾ. ഇതാണ് നമ്മൾ ദേ എന്നത് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അതിനെ അങ്ങനെ തന്നെ അങ്ങ് ആക്കി ഇംഗ്ലീഷിൽ പറയാം. ഗേൾസ് വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട്. ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് ആലോചിക്കുക, ഗേൾസ് വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്താ പറയാൻ ആലോചിച്ച കയ്യിൽ നിന്ന് പോയി. കണ്ട, ദേ വെച്ചപ്പോ വളരെ എളുപ്പം പറഞ്ഞു. ദേ ആർ സ്മാർട്ട്. കണ്ട, ദേ വെച്ചു, ഈസി ആയിട്ട് ആറ് സ്മാർട്ട് ഭംഗിയായിട്ട് അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ ഈ ദേനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ എങ്ങനെ? ഗേൾസ് വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്താ പറയണ്ടെന്ന് തപ്പി തടഞ്ഞു തുടങ്ങി. കാരണം ഈ സബ്ജക്റ്റിനെ ദേ എന്നുള്ളത് മാറ്റി ബിഗ് ആക്കി പൊക്കി നമ്മുടെ കൺട്രോൾ പോയി തുടങ്ങി. അപ്പൊ അങ്ങനെ കൺട്രോൾ പോവാതെ ഈ ഭാഗവും ഈ ഭാഗവും, അതായത് വിഷയങ്ങളും ആശയങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്ത് വികസിപ്പിച്ച് അങ്ങ് പറഞ്ഞ് പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ നിർണായകമായിട്ടുള്ള ക്ലാസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇതില്ലെങ്കിൽ ഭാഷയ്ക്ക് ഒരു ശേലുണ്ടാവില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല, നമ്മൾ പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും. ഓക്കെ, അപ്പോ ഗേൾസ് വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആർ വെരി സ്മാർട്ട്. ദേ ആർ വെരി സ്മാർട്ട്. നമ്മളിവിടെ ദേ എന്ന് പറഞ്ഞ അതേ താളത്തിലാണ് ഗേൾസ് വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആർ വെരി സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോ ദേ ആർ വെരി സ്മാർട്ട് എന്ന് പറയുന്ന അതേ താളം തന്നെ ഇത് വലുതായിപ്പോഴും കിട്ടി. ഗേൾസ് വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആർ വെരി സ്മാർട്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഇതിനെയാണ് ആ ഇൻഡോനേഷൻ കറക്റ്റ് ആക്കുന്നതിന്റെ ഫണ്ടമെന്റൽ ആണിത്. നമുക്ക് ആ ഒരു മ്യൂസിക് കിട്ടണം. അടുത്ത് നോക്കി, സം ഓഫ് മൈ ഫ്രണ്ട്സ് ഓർ സം ഓഫ് മൈ റിലേറ്റീവ്സ്, സം ഓഫ് മൈ കസിൻസ്. ഇവിടെ സം ഓഫും വൺ ഓഫും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സബ്ജക്ട്സിൽ ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തെറ്റുപറ്റുന്ന ഒരു ഭാഗമാണ്. നമ്മൾ സം ഓഫ് പറഞ്ഞാലും വൺ ഓഫ് പറഞ്ഞാലും സിംഗുലറേ പറയുള്ളൂ. സം ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയും. സം ഓഫ് ഒരു പക്ഷേ പ്ലൂറിൽ പറയുമായിരിക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയാ. എന്റെ ഒരു ഫ്രണ്ട് എന്ന് നമ്മൾ ഒരു ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. കുറെ ഫ്രണ്ട്സിൽ ഒരാളെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് പ്ലൂറിൽ ഉണ്ടാവണം. അതിൽ ഒരാൾ എന്ന് പറയുമ്പോൾ ഇതിവിടെ പ്ലൂറിൽ എന്തായാലും ഉണ്ടായേ പറ്റും. അതാണ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. പക്ഷെ നമ്മൾ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയാ പല ആൾക്കാരും. അത് തെറ്റിക്കരുത്, കറക്റ്റ് ആയിട്ട് പറയാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഇനിയാണ് അടുത്ത ചാലഞ്ച്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് സ്മാർട്ട് നമ്മൾ വളരെ എളുപ്പം പറഞ്ഞു പഠിക്കും. അത് കറക്റ്റ് ആണ്, കാരണം വൺ അല്ലേ, ഈസ് കറക്റ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് സ്മാർട്ട്. ദാറ്റ് മീൻസ് വൺ ഈസ് സ്മാർട്ട്. കണക്ട് ചെയ്യുന്ന അങ്ങനെയാണ്. വൺ ഈസ് സ്മാർട്ട്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് സ്മാർട്ട്. ഈ വണ്ണുമായിട്ട് സമ്മാകുമ്പോഴും അപ്പുറത്ത് ഈസ് തന്നെ നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ പ്രോബ്ലം. കാരണം നമുക്ക് ഇവിടെ സമ്മായപ്പോ പ്ലൂറിലായി. ഓക്കെ, കുറെ ഫ്രണ്ട്സിൽ നിന്നും കുറച്ച് പേര് എന്ന് പറയുമ്പോഴും പ്ലൂറിൽ തന്നെയാണ്. അപ്പൊ സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ സ്മാർട്ട് എന്ന് പറയണം. സം ആർ സ്മാർട്ട്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് പറഞ്ഞ അതേപോലെ തന്നെ സം ഓഫ് മൈ ഫ്രണ്ട്സ് ആറ് പറയണം. ടു ഓഫ് മൈ ഫ്രണ്ട്സ് ആറ് പറയണം. ഇവിടെ നമ്മൾ എന്താ പറയുന്നത് അതിനനുസരിച്ച് അപ്പുറത്തെ വെറുപ്പ് കറക്റ്റ് ചെയ്ത് പോകണം. ഈ ഒരു ടെക്നിക്ക് സിംഗുലറും പ്ലൂറിന്റെയും ആ ഒരു കോമ്പിനേഷൻ, ഇത് ഈ സബ്ജക്ട്സ് കറക്റ്റ് ആക്കിയാണ് ഫോഴ്സ്ഫുൾ ആയിട്ട് നല്ല ഫ്ലുവൻസിയോട് കൂടി അങ്ങ് പറഞ്ഞ് ശീലിച്ചാലാണ് മാതൃഭാഷയിൽ നമ്മൾ എങ്ങനെയൊക്കെ പല ആളുകളെ കുറിച്ചും സംബടിയെ കുറിച്ചും സംതിങ്ങിനെ കുറിച്ചും പറയുന്നവോ അതേപോലെ തന്നെ അതേ ഫ്ലോയിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും പറയാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഗതി. ഇപ്പൊ സംബടിയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇനി അതിലൊരു എക്സാമ്പിൾ ലാസ്റ്റ് നോക്കിയേ. മൈ സൺ അലൻ. എനിക്ക് എന്റെ സൺ അലനെ കുറിച്ച് പറയാം. എന്റെ താഴെയുള്ള മകനാണ്. മൈ സൺ അലൻ ഈസ് എ സിമ്പിൾ ബോയ്. അപ്പൊ മൈ സൺ അലൻ ഈസ്, അപ്പൊ നോക്കി ഹി എന്നുള്ളത് എന്തായി, മൈ സൺ ആയി. മൈ സൺ അലൻ എന്നായി. കണ്ട, ഇനി വേണമെങ്കിൽ അതൊന്നുകൂടി നീട്ടാം. മൈ സൺ അലൻസ് ടീച്ചർ എന്നാക്കാം. അപ്പൊ ടീച്ചറിനെ കുറിച്ചിട്ടായി. മൈ സൺ അലൻസ് ക്ലാസ് ടീച്ചർ എന്നായി. ഇപ്പൊ നോക്കി ഷീ എന്നുള്ളതാണ് അത്. അപ്പൊ ഹി എന്ന് പറയുമ്പോൾ മൈ സൺ അലൻ എന്നായി. ഷീ എന്നുള്ളതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മൈ സൺ അലൻസ് ക്ലാസ് ടീച്ചർ എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ പേര് വയ്ക്കാം, ശ്വേത മിസ്, അങ്ങനെയാക്കാം. ഇപ്പൊ നോക്കൂ, ഷീ എന്നുള്ളൊരു വാക്ക് എത്ര ഡെവലപ്പ് ചെയ്തു. മൈ സൺ, ഞാൻ സണ്ണുള്ളത് ഒന്നുകൂടി കൂട്ടാം. മൈ യങ്ങർ സൺ അലൻസ് ക്ലാസ് ടീച്ചർ ശ്വേത മിസ് ഈസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. ഷീ ഈസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം നീട്ടി പറഞ്ഞു നോക്കി. മൈ സൺ അലൻസ് ക്ലാസ് ടീച്ചർ മിസ് ശ്വേത, അല്ലെങ്കിൽ മൈ സൺ അലൻസ് ക്ലാസ് ടീച്ചർ ശ്വേത മിസ് ഈസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. ഇത് പ്ലൂറിലാക്കി പറയാം. മൈ സൺ അലൻസ് ക്ലാസ്മേറ്റ്സ്, അപ്പൊ ക്ലാസ്മേറ്റ്സ് ആയി. അപ്പൊ ആറ് വരണം അവിടെ. അങ്ങനെ ഈ സബ്ജക്ട് ഭാഗം സിംഗുലറും പ്ലൂറിലും ആക്കി ഭംഗിയായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചാലേ നിങ്ങൾക്കൊരു ഉദ്ദേശമില്ലേ, ഇംഗ്ലീഷ് മാതൃഭാഷ പോലെ സംസാരിക്കണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്.
അതിന് ഈ പറഞ്ഞ സംഭവം കൃത്യമായിട്ട് അങ്ങ് പോകണം. ഇതൊന്നും ഒരുമാതിരിപ്പെട്ട സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് സെന്ററുകളിലൊന്നും പഠിപ്പിക്കില്ല, പറയില്ല. കാരണം ഇത് പറയാൻ പോയാൽ പുലിവാല് പിടിച്ചു എന്നാ പറയാ. കാരണം ഇതങ്ങ് ചൂവാക്കി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ക്ലാസ് അവിടെ അങ്ങ് ഇരിക്കും. കാരണം ആളുകൾക്ക് എപ്പോഴും എളുപ്പമുള്ളത് പഠിപ്പിക്കാൻ എളുപ്പമുള്ളത് പഠിക്കാൻ ഇഷ്ടം. അവർ നോക്കുമ്പോൾ ഹീയും ഷീയും അയ്യും വിയും യുവും കൂവും ഇതൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പമായി തോന്നും. അവിടെ ഇരിക്കുമ്പോൾ ആ നല്ല സുഖം കിട്ടും. ആ ഒരു കംഫർട്ട് സോൺ വിട്ട് അവർ പോകില്ല. അവരത് ബ്രേക്ക് ചെയ്ത് ഈ ഐ വി യു ഹി ദേ ഇതൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി അങ്ങ് വികസിച്ച് അങ്ങോട്ട് നീളം വെച്ച് എന്നിട്ട് നമ്മുടെ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങിലൂടെ അങ്ങോട്ട് 2-3 വട്ടം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് ചാടി വരും. പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്യൂല, ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങും ഇല്ല. പിന്നെ എങ്ങനെയാ സെന്ററുകളിൽ പോണ ആളുകൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അതുകൊണ്ടാണ് ഒരു വിധത്തിലുള്ള ആളുകളൊക്കെ പറയും ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് സെന്ററിൽ പോയി കഴിഞ്ഞാലും ഒന്നും വലിയ കഥയില്ല, കുറച്ചൊക്കെ അവിടെ ഇരിക്കുമ്പോൾ എന്താ കുറച്ചൊക്കെ പറയാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ നമുക്ക് അതുമാതിരി പറയാൻ പറ്റില്ല. അതിന് നമ്മൾ വല്ല ഇംഗ്ലണ്ടിലോ അമേരിക്കയിലൊക്കെ പോകണമെന്ന് പറയും. കാരണം എന്താ, ഈ പറയേണ്ട രീതിയിലുള്ള പരിശീലനം പല സ്ഥലത്തും കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, വിഷമം വിചാരിക്കരുത്. ഈവൻ എന്റെ തന്നെ സെന്ററിൽ പോലും ഈ ഒരു പ്രോബ്ലം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് തുടക്ക സ്റ്റേജുകളിൽ. അപ്പൊ അത് മറികടന്നത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തുറന്ന് പറയുന്നത്. പക്ഷെ ഈ സ്റ്റേജിൽ ഇപ്പോഴും നിൽക്കുന്ന കുറെ പറയുന്നില്ല, കുറച്ച് സെന്ററുകളെങ്കിലും ഉണ്ട്. അത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റുമല്ലോ, അത് ഞാൻ പറയാണ്. അത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അബദ്ധത്തിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ശരിയാണല്ലോ, നമ്മളും പറയുന്നത് ഇത്രയും കാലം പറഞ്ഞു പഠിക്കുന്ന സമയത്തും ഇതുപോലെ ഇതിനെ ഡെവലപ്പ് ചെയ്ത് പറയാൻ ശ്രമിച്ചിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഇത് കേൾക്കുന്ന നിങ്ങളിൽ പല ആളുകൾക്കെങ്കിലും ഫീൽ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് സത്യം ഒരു പക്ഷെ ഒരല്പം ഹേർട്ടിങ് ആയിരിക്കാം, ഒരല്പം വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിൽ ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടു കൂടി പറയുന്നതല്ല. നിങ്ങൾക്ക് മാതൃഭാഷ പോലെ ഇംഗ്ലീഷ് സംസാരിക്കണോ, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ അഡ്രസ് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം. അതിനുള്ള ടെക്നിക്കിലേക്കാണ് നമ്മൾ വരുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ സംതിങ്ങിനെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മള് സംതിങ്ങും സിംഗുലറും പ്ലൂറലും ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇറ്റ്, ദിസ്, ദാറ്റ് അത്രേ ഉള്ളൂ. ഈവൻ അതിന്റെ പ്ലൂറലായിട്ടുള്ള ദീസും ദോസും പോലും നമ്മൾ ശരിക്കും പറഞ്ഞു പഠിക്കുന്നില്ല. അപ്പൊ ഇതും നമ്മൾ സ്പഷ്ടമായിട്ട് റിയൽ ലൈഫിലേക്ക് അങ്ങ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇറ്റും ദിസും ദാറ്റും ദീസും ദോസും എന്താണ് എന്ന് ഒന്ന് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞ് പരിശീലിച്ച് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ സംതിങ്ങിനെ നോക്കുന്നത്. നോക്കൂ, ദിസ് ബുക്ക്, നമ്മൾ ഇറ്റ് എന്ന് പറഞ്ഞത് ദിസ് ബുക്ക് ആവാം, അല്ലെങ്കിൽ ദിസ് ക്ലാസ് ആവാം, ക്ലാസ് റൂം ആവാം, ദിസ് ഫിലിം, ദാറ്റ് ഫിലിം, അങ്ങനെ പലതും ആവാം. ദിസ് ടൗൺ ആവാം, പ്ലൂറിലാണെങ്കിലോ ദ റോഡ്സ് ആവാം, ദോസ് റോഡ്സ് ആവാം, അല്ലെങ്കിൽ അവർ സ്കൂൾ ക്ലാസ് റൂംസ് ആവാം, അങ്ങനെ പലതും ആവാം. അവർ സ്കൂൾ സിംഗുലറാണ്, അവർ സ്കൂൾസ് ഇൻ ദ സ്റ്റേറ്റിലുള്ള സ്കൂൾസ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് എന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സിംഗുലറും പ്ലൂറലും നോക്കുള്ളൂ. അവർ സ്കൂൾ ഈസ് പെർഫെക്റ്റ്, നമ്മുടെ സ്കൂൾ പെർഫെക്റ്റ് ആണ്, സിംഗുലർ ആണ്. അവർ സ്കൂൾ ഈസ് പെർഫെക്റ്റ്. നമ്മുടെ സ്റ്റേറ്റിലുള്ള സ്കൂളുകൾ എന്താണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മൾ ദ സ്കൂൾസ് ഇൻ അവർ സ്റ്റേറ്റ് ആർ പെർഫെക്റ്റ് എന്ന് പറയണം. അവിടെ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഈസ് പറയാൻ പാടില്ല. കാരണം സ്റ്റേറ്റ് എന്താണെന്നല്ല പറയുന്നത്, സ്റ്റേറ്റിലെ സ്കൂളുകൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് സബ്ജക്ട്സ് കിട്ടിക്കഴിഞ്ഞാലും ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ആരെ കുറിച്ചാണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സംബഡി, സംതിങ് എന്താണ്, ആരാണ് എന്ന് വ്യക്തമായിട്ട് ചൂഴ്ന്നിറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കിലേക്ക് നമ്മളെ നയിക്കും. അതാണ് കീവേഡ്. ആ കീവേഡ് സിംഗുലർ ആണോ, നമ്മൾ ബി ടു ഹാവ് ആശയങ്ങളെ സിംഗുലർ ട്രാക്കിലൂടെ പറഞ്ഞു പഠിക്കണം. ആ കീവേഡ് പ്ലൂറൽ ആണോ, ഈ ബി ടു ഹാവ് ആശയങ്ങളെ പ്ലൂറൽ ട്രാക്കിലൂടെ പറഞ്ഞു പഠിക്കണം. നമ്മുടെ സംബടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മൈ യങ്ങർ സൺ അലൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? മൈ യങ്ങർ സൺ ആയിട്ടുള്ള അലനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അലൻ എന്ന വാക്കാണ് നമ്മുടെ കീവേഡ്. അപ്പൊ അലൻ സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ്. ബി ഐഡിയ പറയണമെന്നുണ്ടെങ്കിൽ ഈസ് പറയണം. ഡു ഐഡിയ പറയണമെന്നുണ്ടെങ്കിൽ ഡസ്. ഹാവ് ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഹാസിലൂടെ പറയണം. ഇനി നമ്മൾ പറയാം മൈ യങ്ങർ സൺ അലൻസ് ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിലോ ആരെ കുറിച്ചാണ് പറയുന്നത്? ശരിക്കൊന്ന് ചൂഴ്ന്നിറങ്ങി ആലോചിച്ച് നോക്കി. എന്റെ യങ്ങർ സൺ അലനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, അലന്റെ ഫ്രണ്ട്സുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ് എന്ന വാക്ക് കിട്ടി, അതാണ് കീവേഡ്. അത് പ്ലൂറലാണ്. അതുകൊണ്ട് മൈ യങ്ങർ സൺ അലൻസ് ഫ്രണ്ട്സ് ആർ
ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് വെച്ചപ്പോ നമുക്കത് 6 വെക്കാൻ എളുപ്പമുണ്ട്. ഇത് ഫ്രണ്ടിൽ വെച്ച് നോക്കിയേ, ഫ്രണ്ട്സ് ഓഫ് മൈ യങ്ങർ സൺ അലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അലൻ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ എളുപ്പം ഈസ് വെച്ച് പറഞ്ഞു പോകും. മൈ ഫ്രണ്ട്സ് ഓഫ് മൈ യങ്ങർ സൺ അലൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് മൈ സൺ അലൻ ഈസ് എന്ന് പറഞ്ഞു പോകും പെട്ടെന്ന്. കാരണം അലൻ ഈസ് എന്ന് പറയാനാണല്ലോ എളുപ്പം. പക്ഷെ അലനെ കുറിച്ചിട്ടല്ല പറയുന്നത്, അലന്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് ആ കീവേഡ് ചൂഴ്ന്നിറങ്ങി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ഗ്രാമർ തെറ്റില്ല. ഫ്രണ്ട്സ് ഓഫ് മൈ സൺ ആർ വെരി ബ്രില്യന്റ്. എന്റെ മകന്റെ ഫ്രണ്ട്സ് വളരെ ബ്രില്യന്റ് ആണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് എന്റെ മകൻ ബ്രില്യന്റ് ആണെന്നല്ല പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ് എന്ന് വയ്ക്കുമ്പോൾ അവിടെ 6 വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ അത് ഈ നിയമം കീവേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബി ഡു ഹാവ് ആശയങ്ങളുടെ ട്രാക്കുകൾ സിംഗുലറിലൂടെ ഓടിക്കണോ പ്ലൂറലിലൂടെ ഓടിക്കണോ എന്നുള്ള ആ ഫണ്ടമെന്റൽ നിയമം നമ്മുടെ കൈവശം എളുപ്പം വന്നു ചേരും. ഇത് തന്നെയാണ് നമ്മൾ സംതിങ്ങിനും പറയുന്നത്. നമ്മൾ നോക്കിയേ, അവർ ക്ലാസ് റൂമിനെ കുറിച്ചിട്ടാണ്. അവർ ക്ലാസ് റൂം ഈസ് പെർഫെക്റ്റ് എന്ന് പറയില്ലേ. ഇനി വേണമെങ്കിൽ ദ ക്ലാസ് റൂംസ് ഓഫ് അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിലെ ക്ലാസ് റൂംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, ദ ക്ലാസ് റൂംസ് ഓഫ് ദ സ്കൂൾ. ഇനി ഈസ് പറയാൻ ഒരു ടെൻഡൻസി വരും, കാരണം സ്കൂളല്ല അവിടെ കിടക്കുന്നത്. സ്കൂൾ ഈസ് എന്ന് പറഞ്ഞ് ശീലിച്ച്, കാരണം ഈ ക്ലാസ് റൂം എന്നുള്ള കീവേഡ് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് അങ്ങ് വിട്ടുപോകണം. ഇവിടെ നമ്മളൊന്ന് ഉറച്ച തീരുമാനം എടുക്കണം. നിങ്ങൾ സ്കൂളിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, സ്കൂളിലെ ക്ലാസ് റൂംസിനെ കുറിച്ചിട്ടാണോ പറയുന്നത്? ഇതിനാണ് പറഞ്ഞത് ഒന്ന് ചൂഴ്ന്നിറങ്ങി പരിശോധിക്കണം. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും സ്കൂളിനെ കുറിച്ചിട്ടല്ല, സ്കൂളിലെ ക്ലാസ് റൂംസ് എന്ന പ്ലൂറൽ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആറ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഹാവ് എന്ന ആ പ്ലൂറൽ വേർഡ്സിലൂടെ വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഫണ്ടമെന്റൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രസകരമായിട്ടൊരു കാഴ്ചയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ടുഡേയ്സ് ക്ലാസ് ആണ്, ഇന്നത്തെ ക്ലാസ് അത് ഗംഭീരമാണെന്ന് പറയുമ്പോൾ ടുഡേയ്സ് ക്ലാസ് ഈസ് വണ്ടർഫുൾ. ഇനി ഇന്നത്തെ കുറെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും ടുഡേയ്സ് ക്ലാസ്സസ് ആർ വണ്ടർഫുൾ. ഇങ്ങനെ സംബടി ആയാലും സംതിങ് ആയാലും അത് സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, സംബടി എന്താണ്, സംതിങ് എന്താണ് എന്നുള്ള ആ കീവേഡ് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരൊറ്റ വേർഡായിട്ട് പൊന്തി നിൽക്കുന്നത് കാണാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് സിംഗുലർ ആണ് പ്ലൂറലാണ്. അത് മനസ്സിലായാൽ നമ്മുടെ ആശയങ്ങൾ ബി ഡു ഹാവ് ട്രാക്കിലൂടെ സിംഗുലർ പ്ലൂറൽ ട്രാക്കിലൂടെ വൃത്തിയായിട്ട് നമുക്ക് അങ്ങ് പറഞ്ഞു കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇത് തന്നെ നോക്കൂ, ഈ സംതിങ് തന്നെ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. മൈ സൺ അലൻസ് ക്ലാസ് റൂം, മൈ സൺ അലൻസ് ക്ലാസ്, അല്ലെങ്കിൽ മൈ സൺ അലൻസ് സ്കൂൾ, എന്റെ മകൻ അലന്റെ സ്കൂൾ ഗംഭീരമാണ്, ഈസ് വണ്ടർഫുൾ എന്ന് പറയാൻ പോണം. അപ്പൊ അലനെ കുറിച്ചിട്ടല്ല പറയുന്നത്, അലന്റെ സ്കൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൈ സൺ അലൻസ് സ്കൂൾ ഈസ് എന്ന് പറയണം. ഇതേപോലെ തന്നെ അതിന് പകരം ദ സ്കൂൾസ് ഇൻ അവർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിലെ സ്കൂൾസിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ചല്ല, സ്കൂൾസിനെ കുറിച്ചാണ് പറയുന്നത്, സ്റ്റേറ്റിലെ സ്കൂൾസിനെ കുറിച്ചില്ല. അപ്പൊ സ്കൂൾസ് പ്ലൂറൽ അല്ലേ, അപ്പൊ അങ്ങനെ പറയും സ്കൂൾസ് ഇൻ ദ സ്റ്റേറ്റ്, സ്കൂൾസ് ഇൻ അവർ സ്റ്റേറ്റ് ആർ. ശരിക്കും സ്റ്റേറ്റ് കഴിഞ്ഞാൽ ആറ് പറയാനായിട്ട് നമ്മുടെ ആ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ള ഈസിലേക്ക് അങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി. പക്ഷെ കീവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണത് ഇംഗ്ലീഷ് ഭാഷയുടെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്കൂൾസ് ഇൻ അവർ സ്റ്റേറ്റ് ആർ, സ്കൂൾസ് ഇൻ അവർ സ്റ്റേറ്റ് ഹാവ്, സ്കൂൾസ് ഇൻ അവർ സ്റ്റേറ്റ് ഡു പെർഫോം വെൽ. കണ്ടപ്പോ ഡു പ്ലൂറൽ ഐഡിയയിലൂടെ അത് ഭംഗിയായിട്ട് അങ്ങ് പറയാനായിട്ടുള്ള ഒരു ചങ്കുറപ്പ് നമുക്ക് കിട്ടും. കീവേഡും ആശയങ്ങളും തമ്മിൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സംബടിയും സംതിങ്ങിനെ നമ്മൾ ബി ഡു ഹാവ് ആശയങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അടുത്ത പേജുകളിൽ കാണുന്നത്, ബിയും ഡുവും ഹാവിലും. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി, മൈ ഡാഡ്, മൈ മം, മൈ ഫ്രണ്ട്, മൈ ക്ലാസ്മേറ്റ്. എന്നിട്ട് നോക്കൂ, ബി ഐഡിയയിൽ നിന്നും ഈസ് എം ആറോ വാസ് വെറോ വിൽ ബി ക്യാൻ ബി ഷുഡ് ബി ഏത് ആശയങ്ങളും ബിയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു ഫോം ഉണ്ട്. നോക്കി, ഫസ്റ്റ് വാക്ക് നോക്കൂ, എ ബിസിനസ് മാൻ ഓർ ബിസിനസ് വുമൻ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഡാഡിയെ കുറിച്ച് പറയാം. സി, ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് മൈ ഡാഡ്. മൈ ഡാഡ് ഈസ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാം, എ ബിസിനസ് മാൻ. മൈ മം ഈസ് എ ടീച്ചർ, എ സ്കൂൾ ടീച്ചർ, അങ്ങനെ പറയാം. ഇനി ഈ മൈ ഡാഡ് മൈ മം വെച്ചിട്ട് ആ ഗ്രൂപ്പിലത്തെ 8,000 എക്സാമ്പിൾ നോക്കി, മൈ ഡാഡ് ഈസ് comfortable with technology. My dad is comfortable with mobile technology, അല്ലെങ്കിൽ computer technology or information technology. അങ്ങനെ ഏതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ സംതിങ്ങിനും കാണാം, സംബടി ആയാലും സംതിങ് ആയാലും ഈ ബി ഐഡിയയിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് അങ്ങ് പറഞ്ഞു പഠിക്കുക.
ഭംഗിയായിട്ട് സംഗതി കിട്ടി. ഇത് തന്നെ നമുക്ക് ഡു ഐഡിയയിലും കാണാൻ പറ്റും. ഇപ്പൊ നോക്കി, മൈ ഡാഡ് ഈസ് ഡൂയിങ്. എന്താണ് ആ ഡു എന്ന വാക്കിനെ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർഡുകളാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. ഇപ്പൊ ഇൻസ്പയർ എന്ന വാക്കാണെങ്കിൽ മൈ ഡാഡ് ഈസ് ഇൻസ്പയറിംഗ് ഓർ ഈസ് മോട്ടിവേറ്റിംഗ് എന്നാക്കാം. ആ ഗ്രൂപ്പിലെ ലാസ്റ്റ് നോക്കൂ, ഫൈൻഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ്. മൈ മം ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് us in English. My mom is communicating with us. Or my mom communicates. രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കിയാൽ ഡു ഡസ് അല്ലേ, ഡസ് കമ്മ്യൂണിക്കേറ്റ്സ്. My mom communicates with everyone comfortably. കണ്ട, my mom communicates or my mom inspires everyone around her. മമ്മിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്നത്. മൈ മം ഇൻസ്പയർസ്, ഡസ് സിംഗുലർ ആയതുകൊണ്ട്. ഇങ്ങനെ ഈ വെർബുകൾ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് ആ ഫോം കണ്ടല്ലോ അതറിയാൻ പറ്റും. ഇത് തന്നെ ഇനി ഹാവിലും ജസ്റ്റ് ഒന്ന് അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കാം. നോക്കിയേ, മൈ ഡാഡ് ഹാസ് സിംഗുലർ, മൈ ഡാഡ് ഹാസ് ഓൺ ബിസിനസ്, ഹീസ് ഓൺ ബിസിനസ് പറയാം. ഇനി മൈ മം ഹാസ്, അതിന്റെ ലാസ്റ്റ് വെച്ച് മൈ മം ഹാസ് വറീസ് അബൌട്ട് ദിസ് ലാംഗ്വേജ്. എന്റെ മമ്മിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് അധികം വലിയ ജ്ഞാനമില്ല, അറിവില്ല. അതുകൊണ്ട് മമ്മി ഹാസ് ഗോട്ട് സം വറീസ് അബൌട്ട് ദിസ് ലാംഗ്വേജ് എന്നാക്കാം, ഓർ മൈ ലാംഗ്വേജ് എന്നാക്കാം. My mummy has some worries about my language or my improvement or my classroom performance. പലതും ആക്കാം. മൈ മമ്മി ഹാസ് സിംഗുലർ ആയതുകൊണ്ട് ഹാസിലോട്ട് പറഞ്ഞു. ഇങ്ങനെ മറ്റു പല, ഇപ്പൊ അത് സംതിങ്ങിനെ കുറിച്ചും പറയാം. നോക്കിയേ, ദിസ് ബുക്ക് ഹാസ്, ഈ ബുക്കിനുണ്ട് എന്തുണ്ട്, സംതിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആ സംതിങ്ങിന് നേരെയുള്ള ആ വേർഡ്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. ദിസ് ബുക്ക് ഹാസ് അമേസിംഗ് റിസൾട്ട്സ്, ദിസ് മെഡിസിൻ ഹാസ് അമേസിംഗ് റിസൾട്ട്സ്, ദിസ് ട്രീറ്റ്മെന്റ് ഹാസ് വണ്ടർഫുൾ യൂസസ്, പ്രാക്ടിക്കൽ യൂസസ്. അങ്ങനെ കണക്ട് ചെയ്തങ്ങ് പറഞ്ഞ് പഠിച്ചു പോവുക. നല്ല രസകരമായിട്ടുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, സിംഗുലർ പ്ലൂറൽ കറക്റ്റ് ചെയ്യാം, സംബടി സംതിങ് വ്യത്യസ്തമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ കയ്യിൽ വളരെ എളുപ്പം പിടികിട്ടി. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് വളരെ ചെറുതാണെങ്കിൽ പോലും ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആൻഡ് വെരി ഡിസൈസീവ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് ആക്ച്വലി ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്. ഇത് പറയാൻ കാരണം, നാളത്തെ ക്ലാസ് മുതൽ നമ്മൾ ബി ഐഡിയ, ഡു ഐഡിയ, ഹാവ് ഐഡിയ പൂർണ്ണമായിട്ടും അതിന്റെ ഫുൾ സ്ട്രക്ചേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആ ടെക്നിക്ക്, ആ സൂത്രവിദ്യ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ, യു, ഹി, ദേ മാത്രമേ പഠിക്കുള്ളൂ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ പിന്നാലെ നിങ്ങൾ ഈ ഐ, യു, ഹി, ദേ, വി ഇതൊക്കെ മാറ്റി റിയൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഇത്തരം എക്സാമ്പിൾസിലൂടെ അവ നിങ്ങൾ പരിശീലിച്ച് പ്രായോഗിക ജ്ഞാനം നേടിയെടുക്കണം. എന്നാലാണ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആ ബി ടു ഹാവ് സ്ട്രക്ചറുകളുടെ ആ ഫുൾ ഫോമിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട്, അതിന്റെ മുന്നോടിയായിട്ട് ഈ സംബടി സംതിങ് എന്താണ്, ആരാണ് എന്ന് ഒന്നുകൂടെ നമ്മൾ സ്പഷ്ടമാക്കുന്ന ഈ ഒരു സിമ്പിൾ സബ്ജക്ട്സ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് പൊതുവെ ആരും പറഞ്ഞു തരുന്ന ടെക്നിക്കല്ല. കാരണം ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആകെ പുലിവാല് പിടിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇത് ക്ലിയർ ചെയ്യാതെ ഒരാളും ഒരല്പം സ്റ്റേജ് വിട്ട് മുകളിലേക്ക് അങ്ങ് ഇംഗ്ലീഷിൽ കയറി പോകാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് അറിഞ്ഞേ പറ്റൂ, പറഞ്ഞേ പറ്റൂ, വ്യക്തമായി മനസ്സിലാക്കുക, അങ്ങ് മുന്നിട്ട് പോവാം. ഓക്കെ, സോ വിൽ meet again in the next class with the wonderful B idea in the coming days. Come on, speak up. Okay, listen. One of my close friends, Advocate Matthews, is a genius. Sorry? Okay, listen carefully. One of my close friends, Advocate Matthews, is a genius. Come again, man. I told you no. One of my close friends, Advocate Matthews, is a genius. Shout it, man. How many times I told you? One of my close friends, Advocate Matthews, is a genius. Feel it, man. Oh, I'm sorry to say this. One of my close friends, Advocate Matthews, is a genius. Laugh it, man. Oh God, this is funny. One of my close friends, Advocate Matthews, is a genius. Come on, speak up. Okay, listen. Some friends of Advocate Matthews are into real estate business. Sorry? Okay, listen carefully. Some friends of Advocate Matthews are into real estate business. Come again, man. I told you no. Some friends of Advocate Matthews are into real estate business. Shout it, man. How many times I told you? Some friends of Advocate Matthews are into real estate business. Feel it, man. Oh, I'm sorry to say this. Some friends of Advocate Matthews are into real estate business. Laugh it, man. Oh God, this is funny. Some friends of Advocate Matthews are into real estate business. Come on, speak up. Okay, listen.
The Malayalam movie Paidrugam should have been a box office hit. Sorry? Okay, listen carefully. The Malayalam movie Paidrugam should have been a box office hit. Come again. I told you no. The Malayalam movie Paidrugam should have been a box office hit. Shout. How many times I told you? The Malayalam movie Paidrugam should have been a box office hit. Feel it. Oh, I'm sorry to say this. The Malayalam movie Paidrugam should have been a box office hit. Laugh it, man. Oh God, this is funny. The Malayalam movie Paidrugam should have been a box office hit. Come on, speak up. Okay, listen. Some English learning apps like this can be highly popular. Sorry? Okay, listen carefully. Some English learning apps like this can be highly popular. Come again. I told you no. Some English learning apps like this can be highly popular. Shout it. How many times I told you? Some English learning apps like this can be highly popular. Feel it. Oh, I'm sorry to say this. Some English learning apps like this can be highly popular. Laugh it, man. Oh God, this is funny. Some English learning apps like this can be highly popular. Come on, speak up. Okay, listen. My childhood friends in Iringalkuda have always supported me. Sorry? Okay, listen carefully. My childhood friends in Iringalkuda have always supported me. Come again. I told you no. My childhood friends in Iringalkuda have always supported me. Shout it. How many times I told you? My childhood friends in Iringalkuda have always supported me. Feel it. Oh, I'm sorry to say this. My childhood friends in Iringalkuda have always supported me. Laugh it, man. Oh God, this is funny. My childhood friends in Iringalkuda have always supported me. Come on, speak up. Okay, listen. Such a foolish idea about money will definitely damage your future. Sorry? Okay, listen carefully. Such a foolish idea about money will definitely damage your future. Come again, man. I told you no. Such a foolish idea about money will definitely damage your future. Shout it, man. How many times I told you? Such a foolish idea about money will definitely damage your future. Feel it, man. Oh, I'm sorry to say this. Such foolish idea about money will definitely damage your future. Laugh it, man. Oh God, this is funny. Such foolish idea about money will definitely damage your future. Alright, we'll meet again in the next session. Till then, bye bye. Take care.